അതുകൊണ്ട് രാജാവ് എപ്പോൾ വരും, രാജാവ് എന്ന് വരും എന്ന് കാത്തുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി പ്രിയം വെച്ച് ആ മെഫിബോശേത്ത് തന്നെത്താൻ ത്യജിച്ച് കാത്തിരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഇസ്രായേലിൽ ദാവീദിന്റെ മടങ്ങി വരവിന് വേണ്ടി ആശിച്ചവർ, ആഗ്രഹിച്ചവർ അനേകരുണ്ടെങ്കിലും അതിന്റെ നടുവിൽ ഒരു മെഫിബോശേത്ത് രാജാവിന്റെ മടങ്ങി വരവിന് വേണ്ടി അത്രമാത്രം പ്രിയം വെച്ചുകൊണ്ട് ആകാംക്ഷയോടെ കാത്തിരുന്ന. ആകയാൽ പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അവന്റെ വരവിൽ പ്രിയം വെച്ചവർ എന്ന് പറഞ്ഞാൽ കേവലം അവന്റെ വരവ് നടന്നോട്ടെ എന്നുള്ള ചിന്തയിലിരിക്കുന്നവരെ കുറിച്ചല്ല. അവന്റെ വരവ് എന്ന വിഷയം അവരുടെ ജീവിതത്തെ ആകർഷിച്ചിട്ട്, ഹഠാത് ആകർഷിച്ചിട്ട്, അവരുടെ ജീവിതത്തിന്റെ വാക്കുകൾ, ചേഷ്ടകൾ, പോക്കുകൾ, വരവുകൾ എല്ലാം തന്നെ അതിന്റെ സ്വാധീനതയിൽ ആ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളായിട്ട് അവരുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ച ആളുകളാണ് കർത്താവിന്റെ വരവിൽ പ്രിയം വെച്ചവർ. അവർക്കാണ് നീതിയുടെ കിരീടം. അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലന് നീതിയുടെ കിരീടം എന്നതായ ആ പ്രതീക്ഷ പുതുക്കുന്നതായിട്ട് കാണാം. ഇവിടെ നാം നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്റെ മരണത്തിന്റെ തൊട്ടു മുൻപ് തന്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുകയാണ്. ഭൂതകാലത്തേക്ക് നോക്കിക്കൊണ്ട് തനിക്ക് തികഞ്ഞ ചാരിതാർത്ഥ്യം, വർത്തമാനകാലത്തെ നോക്കുമ്പോൾ തികഞ്ഞതായ സ്വസ്ഥതയും വിടുതലും, ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഭംഗമില്ലാത്ത പ്രത്യാശ, പ്രതിഫലങ്ങളെക്കുറിച്ചുള്ളതായ പ്രതീക്ഷ. എന്തൊരു ജീവിതം! നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തരത്തിലുള്ളതായ ഒരു ചാരിതാർത്ഥ്യത്തിന്റെ മുഹൂർത്തം നമുക്കുണ്ടാകുമോ? ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്നാണ് നാം കർത്താവിന് വേണ്ടി നല്ല പോർ പൊരുതുവാൻ, ഓട്ടം തികയ്ക്കുവാൻ, വിശ്വാസം കാക്കുവാൻ നാം പ്രയത്നിക്കേണ്ടത്. നാം ഇവിടെ താഴെ വായിക്കുമ്പോൾ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും 21 വാക്യത്തിലും നാം വായിക്കുന്നത്, എല്ലാവരും എന്നെ വിട്ടു പോയി, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. എന്നിട്ട് കൂട്ടായ്മയ്ക്കായിട്ട് വാഞ്ചിക്കുന്ന പൗലോസ് തിമോഥെയോസിനോട് വേഗം വരുവാൻ തക്കവണ്ണം അവനോട് പറയുകയാണ്. ആവർത്തിച്ചത് പറയുന്നു 4 പ്രാവശ്യം. 9 വാക്യം, 11 വാക്യം, 13 വാക്യം, 21 വാക്യം. ഈ വാക്യങ്ങളിലൊക്കെയും തിമോഥെയോസെ വേഗം വരണം എന്ന് പറയുന്നതായിട്ട് കാണാം. വയോധികനായ പൗലോസ് തന്റെ ചോരയും നീരും കർത്താവിന് വേണ്ടി ഊറ്റിക്കൊടുത്തുകൊണ്ട് വളരെ പ്രയത്നിച്ച്, എന്നാൽ തന്റെ അവസാന നാളുകളിൽ ഏകാന്തതയിൽ ആ നാറുന്ന നനഞ്ഞ ആ ജയിലറയിൽ കിടന്നുകൊണ്ട് താൻ വളരെയധികം കാക്ഷിക്കുകയാണ് സഹവിശ്വാസികളുമായി, തന്നെ സ്നേഹിക്കുന്നവരുമായി ഒരു കൂട്ടായ്മയുടെ അനുഭവം അനുഭവിക്കുവാൻ തക്കവണ്ണം. മാത്രമല്ല അവിടെ താൻ പറയുന്നത് 11 വാക്യത്തിൽ മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരിക. വളരെ വികാര ഭരിതമായ ഒരു കാര്യം അതിൽ ഉള്ളടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ നാം വായിക്കുമ്പോൾ വിശേഷാൽ 15 അധ്യായത്തിൽ നമുക്ക് കാണാം. അതെന്താണെന്നറിയാമോ? യോഹന്നാൻ മർക്കോസിനെ കുറിച്ചുള്ള ഒരു സംഭവം. ആദ്യത്തെ മിഷണറി യാത്രയിൽ പൗലോസും ബർന്നബാസും കൂടെ പോയപ്പോൾ യോഹന്നാൻ മർക്കോസിനെ ഒരു സഹായിയായിട്ട് കൊണ്ടുപോയിരുന്നു. എന്നാൽ പകുതി യാത്ര കഴിഞ്ഞപ്പോൾ യോഹന്നാൻ മർക്കോസ് മടങ്ങിപ്പോയി. നമുക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടെന്ന്, അവിടെ വിശദീകരിച്ചിട്ടില്ല. ഒരു പക്ഷേ ജീവിതത്തിന്റെ കാഠിന്യവും സുവിശേഷത്തോടുള്ള എതിർപ്പും ജീവൻ തന്നെ അപകടമായി പോകാമാകുന്ന സാധ്യതകളും കണ്ടപ്പോൾ പിന്തിരിഞ്ഞു പോയതായിരിക്കാം. എന്നാൽ അതിന്റെ ശേഷം പിന്നീടൊരു മിഷണറി യാത്രയ്ക്ക് വേണ്ടി പൗലോസും ബർന്നബാസും ഒരുങ്ങുമ്പോൾ യോഹന്നാൻ മർക്കോസിനെയും കൂടെ കൊണ്ടുപോകുവാൻ ബർന്നബാസ് ആഗ്രഹിച്ചു. എന്നാൽ വേലയിൽ അത്രമാത്രം തീഷ്ണതയുണ്ടായിരുന്ന പൗലോസ് വേല വിട്ട് പകുതിക്ക് മടങ്ങിപ്പോയ മർക്കോസിനെ പിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചില്ല. അത് ബർന്നബാസിനും പൗലോസിനും തമ്മിൽ ഉഗ്രമായ വാഗ്വാദത്തിനിടയാക്കി. രണ്ടുപേരും വേർതിരിഞ്ഞ് വെവ്വേറെ യാത്രകൾ പോകുവാൻ അത് ഇടയാക്കി. ഈ ലേഖനം എഴുതുന്നതിന് മുൻപ് തന്നെ യോഹന്നാൻ മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം താനുമായിട്ട് ഒത്തുതീർന്ന യഥാസ്ഥാനപ്പെട്ടതായ അനുഭവത്തിന്റെ കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാം. എന്നാൽ ഇവിടെ പൗലോസിന്റെ ഈ അന്ത്യ ദിനങ്ങളിൽ യോഹന്നാൻ മർക്കോസിനെയും കൂടെ ഒന്ന് കാണുവാൻ, ഒരുമിച്ച് ഒരു കൂട്ടായ്മ അനുഭവിക്കുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തിമോഥെയോസിനോട് പറയാണ് മർക്കോസിനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന്. 13 വാക്യത്തിലൊരു കാര്യം താൻ പറയുന്നുണ്ട്, വളരെ സ്പർശകമായ ഒരു കാര്യം. എന്താണത് 13 വാക്യത്തിൽ പറയുന്നത്? ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ച് പോന്ന
പുതപ്പ് കൊണ്ടുവരണം. പുതപ്പ്. പ്രിയമുള്ളവരെ, ശീതകാലം അടുത്തിരിക്കുന്നു. വേണ്ട പോലെ വസ്ത്രങ്ങളില്ലാത്തവനായി, തണുപ്പുകാലത്ത് പുതയ്ക്കാൻ പുതപ്പില്ലാത്തവനായി കർത്താവിൻ്റെ ദാസൻ വലയുകയാണ്. തിമോത്തിയോസിനോട് പറയാ, നീ വരുമ്പോൾ എൻ്റെ ആ പുതപ്പും കൂടെ കൊണ്ടുവരണം. തൻ്റെ അപ്പോഴത്തെ അനുഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുമോ? ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ എന്തുമാത്രം പിറുപിറുത്തേനേയും എന്തുമാത്രം പരാതിപ്പെട്ടേനേയും. ഈ കർത്താവിന് വേണ്ടി ഇത്രമാത്രമൊക്കെ സേവ ചെയ്തിട്ട് എൻ്റെ അന്ത്യനാളുകൾ ഒന്ന് സ്വസ്ഥമായി ഒന്ന് സുഖമായി പോകാനും കൂടെ കർത്താവ് അനുവദിച്ചില്ലല്ലോ എന്നൊക്കെ ചോദ്യം ചെയ്തു പോയേനെ നാം. നമുക്കറിയാം, അനേക വിശ്വാസികൾ ആ നിലയിൽ. ശിഷ്യന്മാർ പോലും ഒരിക്കൽ കർത്താവ് ആ പടകിൽ ഉറങ്ങുന്നതായ സമയം കാറ്റ് പ്രതികൂലമായി, ഈശാനമൂലൻ കാറ്റടിച്ചു, അവർ തണ്ട് വലിച്ചു വലഞ്ഞു. അതൊക്കെ ശരിയാണ് കേട്ടോ. എങ്കിലും അവർ വന്ന് കർത്താവിനോട് ഉണർത്തിക്കൊണ്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഏതുമില്ലയോ? ഹോ, എന്തൊരു ശരം കണക്കെയുള്ള ചോദ്യമായിരുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ പൗലോസിന്റെ ഈ അനുഭവത്തിൽ കൂടെ എങ്ങാനും കടന്നാൽ അങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ ചോദിച്ചു പോയെന്ന് കാണാം. എന്നാൽ യാതൊരു പരാതിയുമില്ല, യാതൊരു തരത്തിലുള്ള പിറുപിറുപ്പുമില്ല. ശാന്തമായിട്ടെല്ലാം അനുഭവിക്കുക. ഇവിടെ ഭയങ്കര തണുപ്പാണ്, എനിക്ക് പുതയ്ക്കാനൊന്നുമില്ല. തിമോത്തിയോസേ, നീ വരുമ്പോൾ ഞാൻ കർപ്പോസിന്റെ വീട്ടിൽ വിട്ടുപോന്നിരിക്കുന്ന ആ പുതപ്പും കൂടെ കൊണ്ടുവരണം. അത് മാത്രമല്ല, പിന്നെ താൻ 13-ാം വാക്യത്തിൽ ആവശ്യപ്പെടുന്നത് പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പൗലോസ് എഴുതിക്കൊണ്ടിരുന്നതായ ലേഖനങ്ങളോ പുസ്തകങ്ങളോ ഒക്കെ ആയിരിക്കും. ചർമ്മലിഖിതങ്ങൾ എന്ന് പറയുന്നത് തിരുവെഴുത്തിന്റെ ചുരുളുകളായിരിക്കും. അവ കൊണ്ടുവരാൻ നോക്കുക. നിര്യാണകാലം അടുത്തതായിട്ട് ബോധ്യമുണ്ട്. മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് താൻ ആയിരിക്കുന്നു. ഏകാന്ത തടവിൽ താൻ കിടക്കുന്നു. അവിടെ വെച്ചും ദൈവവചനം പാരായണം ചെയ്യുവാനും ദൈവവചനം എഴുതി കുത്തിക്കുറിച്ചിടുവാനും ദൈവത്തിന്റെ ഭൃത്യൻ ആഗ്രഹിക്കുന്നു. പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരുവാൻ തക്കവണ്ണം താൻ ആവശ്യപ്പെടുന്നതായിട്ട് കാണാം. 14ഉം 15ഉം വാക്യങ്ങളിൽ നാം ഒരു അലക്സാണ്ടറിനെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. ചെമ്പുമണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. ഇവിടെ പലരെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അലക്സാണ്ടറെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർ തുണ നിൽക്കാതെ അകന്നു നിന്നത് തങ്ങളുടെ ജീവനെ ഓർത്തിട്ടായിരിക്കാം, മരണത്തെ ഭയപ്പെട്ടിട്ടായിരിക്കാം, ശത്രുക്കളുടെ കൈകളാൽ അനുഭവിക്കേണ്ട പീഡനങ്ങളെ ഓർത്തിട്ടായിരിക്കാം. എന്നാൽ ഈ അലക്സാണ്ടറിനെ കുറിച്ച് ഇത്രമാത്രം പൗലോസ് എടുത്തു പറയാൻ, മറ്റുള്ളവരോടൊക്കെ അവരുടെ കുറ്റത്തിന് ദൈവം അവരെ ശിക്ഷിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അലക്സാണ്ടറിനെ കുറിച്ച് നാം വായിക്കുന്നത് കർത്താവ് അവന് പകരം ചെയ്യും. എന്താണ് ഇത്ര വ്യത്യാസം? ഇത് 2 തരത്തിലുള്ളതായ പ്രയോഗങ്ങളാണോ? അല്ലല്ല. മറ്റുള്ളവരൊക്കെ ചെയ്തതായ കാര്യം പൗലോസിനോടുള്ള ബന്ധത്തിൽ കഠിന കാര്യങ്ങളാണെങ്കിലും അവരുടെ ബലഹീനതയിൽ അത് ചെയ്തു. എന്നാൽ അലക്സാണ്ടർ അങ്ങനെ പൗലോസിനെതിരായിട്ടല്ല, നമ്മുടെ പ്രസംഗത്തോട് അവൻ എതിർത്ത് നിന്നു എന്ന് പറഞ്ഞാൽ പൗലോസിനോടുള്ള അവന്റെ കോപവും വിദ്വേഷവും മുഖാന്തരം പൗലോസിനെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്ന് മാത്രമല്ല, പൗലോസിന്റെ സുവിശേഷത്തിന് എതിരായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം താൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു. അനേക ആളുകൾ, പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് പൗലോസിനെ അറസ്റ്റ് ചെയ്യുവാൻ ഒറ്റിക്കൊടുത്തതും ഈ അലക്സാണ്ടർ ആയിരിക്കും. മാത്രമല്ല, അവിടെയുള്ളതായ റോമൻ കോടതിയുടെ മുൻപാകെ പൗലോസിനെതിരായിട്ട് മൊഴി നൽകിയതും ഈ അലക്സാണ്ടർ ആയിരിക്കും. ആരാണ് ഈ അലക്സാണ്ടർ? അവനെ കുറിച്ച് വായിക്കുമ്പോൾ അവനൊരു വിശ്വാസിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം അതിന്റെ 20-ാം വാക്യത്തിൽ പൗലോസ് അച്ചടക്ക നടപടിക്ക് വിധേയപ്പെടുത്തിയ ഒരു അലക്സാണ്ടറെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ അലക്സാണ്ടർ തന്നെയായിരിക്കും ഇവിടെയും പറഞ്ഞിരിക്കുന്ന അലക്സാണ്ടർ എന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാം. അങ്ങനെയായാൽ അവനൊരു വിശ്വാസി തന്നെയാണ്. പക്ഷേ അവന്റെ നേരെ അച്ചടക്ക നടപടി അപ്പോസ്തലനായ പൗലോസ് സഭ മുഖാന്തരമായി എടുത്തപ്പോൾ അവനുണ്ടായ കോപം, അവന്റെ പ്രതികാര മനോഭാവം അപ്പോസ്തലനായ പൗലോസിനെ തകർക്കുവാൻ മാത്രമല്ല, പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തെ തന്നെ തകർക്കുവാൻ അവനിലുള്ള വെളിച്ചം ഇരുട്ടായപ്പോൾ അത്രമാത്രം ഘോരമായ ഇരുട്ടായി തീർന്നു. എന്തൊരു ഭയങ്കരമായ കാര്യം!
പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുമ്പോൾ